അടുത്തതാണ് കിർച്ചോഫ്സ് ലോസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കിർച്ചോഫ്സിന്റെ ഫസ്റ്റ് ലോവിനെ നമ്മൾ കറണ്ട് ലോ ഓർ ജംഗ്ഷൻ റൂൾ എന്ന് പറയും. ഇവിടെ നമ്മൾ കിർച്ചോഫ്സിന്റെ ഫസ്റ്റ് ലോ ആണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് കിർച്ചോഫ് ഫസ്റ്റ് ലോ? കിർച്ചോഫ് ഫസ്റ്റ് ലോ പറയുന്നത് ദ ആൾജിബ്രിക് സം ഓഫ് ഇലക്ട്രിക് കറണ്ട് അറ്റ് എ ജംഗ്ഷൻ ഇൻ എനി ഇലക്ട്രിക് നെറ്റ്വർക്ക് ഈസ് ഓൾവേസ് സീറോ. അതായത് ഒരു ജംഗ്ഷനിലുള്ള ഇലക്ട്രിക് നെറ്റ്വർക്കിന്റെ ആൾജിബ്രിക് സം എന്ന് പറയുന്നത് എന്താണ്? 0 ആണെന്നാണ് പറയുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. സപ്പോസ് ഈ I2, I3 ആൻഡ് I5 എന്ന് പറയുന്ന ഈ കറണ്ട് എല്ലാം ഒരു ജംഗ്ഷനിൽ നിന്ന് പോവാണ്, അല്ലെ, ലീവ് ചെയ്യാണ്. I2, I3 ആൻഡ് I5 എന്ന് പറഞ്ഞ ഈ കറണ്ട്സ് ഒരു ജംഗ്ഷൻ, ഇതാണ് ഒരു ജംഗ്ഷനിൽ നിന്ന് ലീവ് ചെയ്ത് പോവാണ്. ആൻഡ് I1 ആൻഡ് I4 എന്ന് പറയുന്ന രണ്ട് കറണ്ട്സ് ജംഗ്ഷനിലേക്ക് എൻറ്റർ ചെയ്യാണ്, അല്ലെ. അപ്പൊ നമുക്ക് ലീവ് ചെയ്ത് പോകുന്ന കറണ്ട്സിന് നമുക്ക് നെഗറ്റീവ് സൈൻ കൊടുക്കാം. അതായത് ലീവ് ചെയ്യണതിന് നമുക്ക് നെഗറ്റീവ് സൈനും വരുന്നതിന് നമുക്ക് പോസിറ്റീവ് സൈനും കൊടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറണ്ടിന് എങ്ങനെ എഴുതും? I1 പ്ലസ് I4 മൈനസ് I2 മൈനസ് I3 മൈനസ് I5. കാരണം അതെല്ലാം ലീവ് ചെയ്ത് പോകണം, അത് നമുക്ക് നെഗറ്റീവ് സൈൻ കൊടുത്തു. ഇനി വരുന്ന കറണ്ടിന് നമുക്ക് I1 പ്ലസ് I4 എന്ന് കൊടുത്തു. ഇതാണ് നമ്മുടെ നെറ്റ് കറണ്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ കിട്ടും. അതായത് I1 മൈനസ് I2 മൈനസ് I3 പ്ലസ് I4 മൈനസ് I5. ഇവിടെ I1ഉം I4ഉം പോസിറ്റീവ് ആണ്, ബാക്കിയെല്ലാം നെഗറ്റീവ് ആണ്. അപ്പൊ എന്താണ്? കറണ്ട് എൻറ്ററിംഗ് ദി ജംഗ്ഷൻ ഇസ് ഈക്വൽ ടു കറണ്ട് ലീവിംഗ് ദി ജംഗ്ഷൻ ആയിരിക്കും. അതായത് ആൾജിബ്രിക് സം എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് ജംഗ്ഷനിൽ കറണ്ട് ഒന്നും ഉണ്ടാവില്ല. ഇതിന്റെ സൈൻ കൺവെൻഷൻ നമുക്ക് നോക്കാം. എങ്ങനെയാണ്? ഇൻകമിങ് കറണ്ട്സ് നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. അതായത് ടുവേർഡ്സ് ദി ജംഗ്ഷനിലോട്ട് വരുന്ന കറണ്ട്സിനല്ല നമ്മൾ പോസിറ്റീവ് ആയിട്ടും, ദ ഔട്ട് ഗോയിങ് കറണ്ട്സ് പുറത്തോട്ട് പോകുന്ന കറണ്ട്സ്, അതായത് ദ എവേ ഫ്രം ദ ജംഗ്ഷൻ നമ്മൾ ടേക്ക് ചെയ്യണത് എന്താ? നെഗറ്റീവ് സൈൻ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതായത് ഇൻകമിങ് കറണ്ട്സിന് നമ്മൾ പോസിറ്റീവ് ആയിട്ടും ഔട്ട് ഗോയിങ് കറണ്ട്സിന് നെഗറ്റീവ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതായത് ദ ചാർജ് accumulate ചെയ്യില്ല. The charge cannot accumulate at the junction. The number of charges that arrive at the junction in a given time must leave in the same time in accordance with the conservation of charge. Conservation of charge അനുസരിച്ച് ചാർജ് ജംഗ്ഷനിൽ അക്യുമുലേറ്റ് ചെയ്യില്ല. അതായത് എത്ര കറണ്ട് വരുന്നുണ്ടോ അത്ര കറണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ചാർജ് ജംഗ്ഷനിൽ അക്യുമുലേറ്റ് ചെയ്യില്ല. ഇനി നമുക്ക് കിർച്ചോഫിന്റെ സെക്കൻഡ് ലോ എന്താണെന്ന് നോക്കാം. കിർച്ചോഫിന്റെ സെക്കൻഡ് ലോയിൽ നമ്മൾ വോൾട്ടേജ് ലോ അല്ലെങ്കിൽ ലൂപ്പ് റൂൾ എന്ന് പറയും. വോൾട്ടേജ് ലോ അല്ലെങ്കിൽ ലൂപ്പ് റൂൾ എന്ന് പറയണം. അതായത് എന്താണ്? The algebraic sum of all the potential drops and EMF along any closed path in an electrical network is always 0. എന്താണ്? അതായത് algebraic sum of all the potential drop and EMF. ഒരു ക്ലോസ്ഡ് പാത്തിലെ algebraic sum of potential dropഉം അതുപോലെ EMFഉം കൂടെ കൂട്ടിയാൽ എന്താ? 0 ആയിരിക്കും. ഒരു ഇലക്ട്രിക്കൽ നെറ്റ്വർക്കിലെ ക്ലോസ്ഡ് പാത്തിലുള്ള algebraic sum of potential drop and EMF എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. നമുക്കൊരു ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക് കൺസിഡർ ചെയ്യാം. E1 എന്ന് പറയുന്ന ഒരു സെല്ലാണ്. R1, R2 ആൻഡ് R3 എന്ന് പറയുന്ന 3 റെസിസ്റ്റൻസ് ആണ്. 2 സെല്ലുണ്ട്, E1 ആൻഡ് E2 എന്ന് പറയുന്നത്. ഇതില് ഇതാണ് 2 ലൂപ്പ്. ഇനി കറണ്ട് എങ്ങനെ ഫ്ലോ ചെയ്യുന്നത് നോക്കാം. E1 എന്ന് പറയുന്ന ഈ ഒരു സെല്ലിലൂടെ പോകുന്ന കറണ്ടാണ് I1 ഇതിലൂടെ പോയി ഇങ്ങനെ വന്നു. ദെൻ E2 എന്ന് പറയുന്ന ഈ സെല്ലിലൂടെ പോകുന്ന കറണ്ടാണ് I2 ഇങ്ങനെ DA വഴി പാസ് ചെയ്ത് AC വഴി ഇങ്ങനെ പോയി. അപ്പൊ എന്തായിരിക്കും? E1 എന്ന സെല്ലിൽ നിന്ന് I1 എന്ന് പറയുന്ന കറണ്ട് വരുന്നുണ്ട്, E2 എന്ന സെല്ലിൽ നിന്ന് I2 എന്ന് പറയുന്ന കറണ്ടും വരുന്നുണ്ട്. അത് ഇവിടെ വെച്ചിട്ട് നമുക്ക് എന്താ? I1 പ്ലസ് I2 എന്ന് രണ്ടും കൂടെ ആഡ് ചെയ്യും. ഇനി ആഡ് ചെയ്ത് ഇതിലൂടെ വന്ന് ദെൻ C എന്ന് പറയുന്ന ഈ പോയിന്റ് ഇവിടെ വെച്ചിട്ട് 2 സ്പ്ലിറ്റ് ആവും. ഒന്ന് I1 അങ്ങോട്ടും പോകും, ഒരു I2 CD എന്ന് പറയുന്ന ഈ ഡയറക്ഷനിലോട്ടും പോകും. ഇനി നമ്മള് ഓരോ ലൂപ്പ്, അതായത് ഈ കാണുന്ന ഈ ABCA എന്ന് പറയുന്ന ലൂപ്പിലും ACDA എന്ന് പറയുന്ന ലൂപ്പിലും എങ്ങനെയാണ് നമ്മൾ ആ EMFഉം പൊട്ടൻഷ്യൽ ഡിഫറൻസും തമ്മിലുള്ള ഇക്വേഷൻ എങ്ങനെ എഴുതും നമുക്ക് നോക്കാം. ഫസ്റ്റ് ലൂപ്പിന്റെ കേസ് ആണെന്ന് വിചാരിക്കാം, ABCA. ഇനി നമ്മൾ ഇതിലെങ്ങനെയാണ് സൈൻ എടുക്കുക എന്ന് വെച്ചാല്, EMF എന്ന് പറയുന്നത് നമ്മൾ പോസിറ്റീവ് ടെർമിനൽ നിന്ന് നെഗറ്റീവിലോട്ട് പോവാന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ EMF നെഗറ്റീവ് സൈൻ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ എന്തായിരിക്കും ഇവിടെ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് -E1
പ്ലസ് ഇവിടത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് അതായത് I1 R1 ആയിരിക്കും. I1 R1 പ്ലസ് ഇവിടെ എന്തായിരിക്കും I1 പ്ലസ് I2 ഇൻറ്റു R2 ഈക്വൽ ടു 0 ആയിരിക്കും. അതാണ് ലൂപ്പ് ABCAയുടെ ഇക്വേഷൻ. ഓക്കെ, ഇനി ലൂപ്പ് ACD ആണെന്ന് വിചാരിക്കാം. ഈ കേസിൽ എന്തായിരിക്കും? ഈ കേസിൽ ACDA ഈ കേസിൽ എന്തായിരിക്കും? -I1 പ്ലസ് I2 ഇൻറ്റു R2 ആയിരിക്കും അല്ലെ. -I1 പ്ലസ് I2 ഇൻറ്റു R2, ദെൻ ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടത്തെ കറണ്ട് I2 ആണ്. I2 R3 പ്ലസ് C2 ഈക്വൽ ടു 0. അതായത് നമ്മൾ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ട് പോകുമ്പോൾ നമ്മൾ EMFന്റെ പോസിറ്റീവ് വാല്യൂ ആണ് നമ്മൾ കൊടുക്കുക. ഇത് നമ്മൾ സൈൻ കൺവെൻഷൻ എങ്ങനെയാണ് നമ്മൾ ഈ സൈൻ കൊടുക്കണം നമുക്ക് നോക്കാം. എങ്ങനെയാണ്? EMF എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അതായത് നമ്മൾ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ സെല്ലിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ EMF നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ EMF പോസിറ്റീവ് ആയിരിക്കും എപ്പോഴാണ്? അതായത് നമ്മൾ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ടാണ് അതായത് നമ്മൾ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ടാണ് പോകുന്നത് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ EMF എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഇതാണ് രണ്ട് സൈൻ കൺവെൻഷൻ. ഇനി അടുത്തത് നമ്മൾ പൊട്ടൻഷ്യൽ ഫോള്, അതായത് പൊട്ടൻഷ്യൽ ഫോള് കറണ്ടിന്റെ ഡയറക്ഷനിൽ ഉള്ള പൊട്ടൻഷ്യൽ ഫോൾ എന്ന് പറയണത് അതായത് കറണ്ടിന്റെ ഡയറക്ഷൻ, അതായത് along the direction of current in a current path and it rises along the direction of opposite to the current path. കറണ്ടിന്റെ ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ ഫോൾ ഉണ്ടാവും. ഇനി കറണ്ടിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ, കറണ്ട് പാത്തിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ റൈസ് ചെയ്യും. അതായത് പൊട്ടൻഷ്യൽ ഫോളോ ചെയ്യുന്നത് എപ്പോഴാണ്? അലോങ് ദി ഡയറക്ഷൻ ഓഫ് കറണ്ട് പാത്ത്. കറണ്ടിന്റെ സെയിം ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ ഫോളോ ചെയ്യും. അതല്ല കറണ്ടിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ റൈസ് ചെയ്യും. പൊട്ടൻഷ്യൽ ഫോൾ നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുക. അതുപോലെ പൊട്ടൻഷ്യൽ റൈസ് നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുക. പൊട്ടൻഷ്യൽ ഫോൾ നെഗറ്റീവ് ആയിട്ടും പൊട്ടൻഷ്യൽ റൈസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടാണ് നമ്മൾ എടുക്കുക. അപ്പൊ ഇതാണ് 4 സൈൻ കൺവെൻഷൻസ്. ഈ സൈൻ കൺവെൻഷൻ ഉപയോഗിച്ചാണ് നമ്മൾ EMF പൊട്ടൻഷ്യൽ ഡിഫറൻസും ചെയ്യുന്നത്. ഒരു ലൂപ്പിലെ EMF പൊട്ടൻഷ്യൽ ഡിഫറൻസും നമ്മൾ ആൾജിബ്രൈക് സം കാണുന്നത് നമ്മൾ ഈ സൈൻ കൺവെൻഷൻ ഉപയോഗിച്ചാണ്. നമ്മളെ ഈ പാത്ത് എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനോ അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനോ ആയിരിക്കും. ഒരു ലൂപ്പിലെ പാത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്ലോക്ക് വൈസ് ഡയറക്ഷനോ അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനോ ആയി എടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ കിർച്ചോഫ്സിന്റെ 2 ലോസ്. ഫസ്റ്റ് ലോ എന്താണ്? ദ കറണ്ട് എൻറ്ററിംഗ് ദ ജംഗ്ഷൻ ഇസ് ഈക്വൽ ടു കറണ്ട് ലീവിംഗ് ദ ജംഗ്ഷൻ. അതായത് ജംഗ്ഷനിലെ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. സെക്കൻഡ് ലോ എന്താ പറയുന്നത്? സെക്കൻഡ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ algebraic sum of potential drop and EMF along the closed path in an electrical network എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് എന്താണെന്ന് നോക്കാം. കിർച്ചോഫ്സിന്റെ ലോസ് വെച്ചിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് വെക്കാം. എന്താണ്? The Kirchhoff's rule are very useful for the analysis of electric circuits. എന്താണ് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? സ്റ്റേറ്റ് കിർച്ചോഫ് ജംഗ്ഷൻ റൂൾ. കിർച്ചോഫ് ജംഗ്ഷൻ റൂൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെക്കൻഡ്, ഈ ഒരു സർക്യൂട്ടിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് കിർച്ചോഫ് ജംഗ്ഷൻ റൂൾ? നമുക്കറിയാം ആൾജിബ്രൈക് സം ഓഫ് കറണ്ട് എൻറ്ററിംഗ് ദ ജംഗ്ഷൻ ആൻഡ് ലീവിംഗ് ദ ജംഗ്ഷൻ is equal to 0 അല്ലെ. ദ സം ഓഫ് കറണ്ട് എൻറ്ററിംഗ് ദ ജംഗ്ഷൻ ആൻഡ് കറണ്ട് ലീവിംഗ് ദ ജംഗ്ഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി നമുക്ക് ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഇതില് 3 ohms 6 ohms അതുപോലെ തന്നെ 6 ohms 12 ohms പാരലൽ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എഫക്റ്റീവ് റെസിസ്റ്റൻസ് 1/R is equal to 3 into 6 by 3 plus 6 എന്ന് കിട്ടും. അതായത് നമുക്ക് 2 ohms എന്ന് കിട്ടും. ദെൻ നെക്സ്റ്റ് 6 ohms 12 ohms പാരലൽ ആണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? ഇവിടെ നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് R ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. R is equal to 12 into 6 divided by 12 plus 6. നമുക്ക് എന്താ ആൻസർ കിട്ടുക? 4 ohm എന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഈ 2 റെസിസ്റ്റേഴ്സ് എന്താണ്? സീരീസിലാണ്. അതുകൊണ്ട് തന്നെ R എന്ന് പറയുന്നത് എന്താണ്? R1 plus R2 ആയിരിക്കും. അതായത് 2 plus 4 എന്ന് പറയുന്നത് എന്തായിരിക്കും? 6 ohm ആയിരിക്കും. ഈ 6 ohm എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ റെസിസ്റ്റൻസും അതുപോലെ 21 ohms 7 ohms പാരലൽ സർക്യൂട്ടിലാണ്. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? 1/R is equal to 1/6 plus 1/21 plus 1/7. നമുക്ക് എന്താ കിട്ടാം? ഇസ് ഈക്വൽ ടു 15 divided by 42 എന്ന് കിട്ടും. അതായത് R എന്ന് പറയുന്നത് എന്തായിരിക്കും? 42/15 2.8 ohm കിട്ടും. അതായത് 2.8 ohm ആയിരിക്കും ഇതിന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് പറയുന്നത്. ഇവിടെ 3 ohms 6 ohms പാരലൽ ആണ്. 6 ohms 12 ohms പാരലൽ ആണ്. നമ്മൾ ആദ്യം തന്നെ ഈ 2 പാരലൽ സർക്യൂട്ട്സിന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചു. നമുക്ക് 2 ohm എന്നും 4 ohm എന്നും കിട്ടി. ദെൻ അത് സീരീസ് കോമ്പിനേഷനിലായിരിക്കും.
അതിന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 ഓം ആയിരിക്കും. ദെൻ ഈ 6 ഓം എന്ന് പറയുന്ന ഈ റെസിസ്റ്റൻസും 21 ഓമും 7 ഓമും എല്ലാം പാരലൽ കോമ്പിനേഷൻ ആണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ 1/R = 1/6 + 1/21 + 1/7 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് R എന്ന് പറയുന്നത് 2.8 ഓം എന്ന് കിട്ടി.